everyone, welcome back to Happy Homes by Akhila. ഇന്ന് നമ്മുടെ വീഡിയോയുടെ തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണാം ഞങ്ങൾ വർക്കലയിലാണ് കേട്ടോ ഉള്ളത്. ഒരുപാട് പ്ലാനിങ്ങിനും പ്രിപ്പറേഷനും ഒക്കെ ശേഷം നമ്മൾ അങ്ങനെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് ഈ വർഷത്തെ ആദ്യത്തെ ട്രിപ്പാണ്. അതുപോലെ വേറൊരു പ്രത്യേകതയുണ്ട്, ഇന്ന് ഔസൂനെ കൂട്ടിയിട്ടുള്ള ആദ്യത്തെ ട്രിപ്പാണ് കേട്ടോ. അതുപോലെ മോന്റെ പിറന്നാളുമാണ് ഇന്ന്, അവന്റെ 9ാമത്തെ പിറന്നാൾ. അപ്പൊ ഞങ്ങൾ പറയും ഫസ്റ്റ് വിസിറ്റ് വെച്ചിട്ടുള്ള ലാസ്റ്റ് ബർത്ത്ഡേ ആണ്. അപ്പൊ ഇതെല്ലാം കൂടെ കൂടി ഒരുപാട് സന്തോഷങ്ങൾ ഒരുമിച്ച് വന്നൊരു ദിവസമാണ് കേട്ടോ ഇന്ന്. അതുപോലെ ഞങ്ങൾ ഈ റിസോർട്ടിലേക്ക് വരുമ്പോഴത്തേക്കും വലിയ അധികം എക്സ്പെക്ടേഷൻ ഞങ്ങൾ കൊടുക്കാറില്ല, അല്ല നമുക്ക് ചിലപ്പോൾ വിഷമാവും. അതുകൊണ്ട് പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല നല്ല വ്യൂ, കാരണം ഇത്രയും അടുത്ത് കടൽ നമ്മൾ കാണുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. പക്ഷെ നമ്മൾ അവിടെ പോയി നിന്ന് ബീച്ച് കാണുമ്പോൾ നമുക്ക് നല്ല ചൂടും കടൽക്കാറ്റിന്റെ ഒരു ഇതൊക്കെ ഉണ്ട്. അപ്പൊ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ഇത്രയും അടുത്തിരുന്ന് നമുക്ക് കടല് കാണാൻ പറ്റുന്നത് ഒരു ഭാഗ്യല്ലേ. പിന്നെ ഓരോ മൊമെന്റും നമ്മൾ വിചാരിക്കും, വന്നപ്പോ വിചാരിച്ചു ഇത് കണ്ടു കഴിയുമ്പോൾ കുറച്ചേരം കഴിയുമ്പോ ബോറടിക്കില്ലേന്ന്. പക്ഷെ ഒട്ടുമില്ല, ഓരോ മിനിറ്റിലും ഇതിന്റെ ഒരു അറ്റ്മോസ്ഫിയർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. സമയം നീങ്ങുന്നതനുസരിച്ച് ഇതിന്റെ കാലാവസ്ഥ എല്ലാം നല്ല രസമായിട്ട് മാറിക്കൊണ്ടിരിക്കും. അതെല്ലാം ഇങ്ങനെ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ പറയാം. അങ്ങനെ നമ്മള് നമ്മുടേതായ കുറെ ഫാമിലി ടൈം കിട്ടുന്ന ഒരു സമയം തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളാണെങ്കിൽ ഇങ്ങനെ വർഷത്തിൽ ഒന്ന് എവിടെയെങ്കിലും ഒന്ന് ട്രിപ്പ് പോകണമെന്ന് ഒത്തിരി ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് കേട്ടോ. അതാണ് അപ്പം ഞങ്ങൾ ഇന്ന് രാവിലെ പള്ളിയിലൊക്കെ പോയി, പള്ളിയിൽ പോയ ശേഷം ഞങ്ങൾ കേക്കൊക്കെ മുറിച്ച് ഞങ്ങള് ഇന്നിങ്ങ് പോകുന്നതാണ്. രാവിലെ ഒരു 9 മണിക്ക് തന്നെ ഞങ്ങൾ ഇറങ്ങി. സാധാരണയിൽ ഇതായിട്ട് ആദ്യമായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്ത സമയത്ത് തന്നെ ഒന്ന് ഇറങ്ങാൻ പറ്റി. അങ്ങനെ 1:30 കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ എത്തി. പാപനാശം ബീച്ചിന്റെ അടുത്താണ് കേട്ടോ ഇത്. അപ്പൊ ഇവിടെ ബലിയിടാൻ വരുന്ന ആൾക്കാർ എന്താണ് അതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാം. നല്ല രസമായിട്ട് ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട് താഴെ. പക്ഷെ അത് ആരും ഇതിനകത്ത് കുളിച്ച് ഇതുവരെ കണ്ടില്ല. ഞങ്ങളൊന്ന് പുറത്തൊക്കെ പോയ ശേഷം എന്താവും നോക്കാൻ വേണ്ടി ഇരിക്കുവാണ്. അപ്പൊ ഞങ്ങള് ഇന്നത്തെ വന്ന വഴിയും ഞങ്ങളുടെ ഫുഡും ഒക്കെ ഒന്നും നിങ്ങൾ കണ്ടിട്ട് വരൂ. അപ്പത്തേക്കും ഞങ്ങള് ഇനി പുറത്തൊക്കെ ഒന്നും, ഇവിടെ ഈ റിസോർട്ടിൽ അധികം തന്നെ ഫോറിനേഴ്സിനെയാണ് കേട്ടോ കണ്ടത്. അപ്പം ഇവിടെയുള്ള ബാക്കി വിശേഷങ്ങൾ ഇതേ ഒരു ഫോറിനർ സ്കൂട്ടർ ഓടിച്ചോണ്ട് പോകുന്നുണ്ടോ, അങ്ങനെ കാണിക്കാം. എല്ലാം 3 ആണല്ലേ. നമ്മൾ റൂം തുറന്നിങ്ങനെ വരുമ്പോൾ തന്നെ നേരെ നമ്മുടെ വ്യൂ ചെല്ലുന്നത് കടലിലേക്കാണ് കേട്ടോ. ഈ സൈഡിലെ കബോർഡ്സ് ഉണ്ട്, കബോർഡുകളിൽ സാധനങ്ങളൊക്കെ വെക്കാൻ. നീ ഒരു കാര്യം പറയൂ.
ഇവിടെ മൊത്തം ആമയുടെ പടം, ടോയ്ലറ്റ് വരെ അങ്ങനെയാണ്. ഡിസൈൻസ് എല്ലാം ഒരു ആമ ബേസ്ഡ് ആണ്. ഇവിടെ നമുക്ക് ചെരുപ്പൊക്കെ വെക്കാം. ഇവിടെ ഒരു പേപ്പറും പെൻസിലും ഉണ്ട്, അത് കാണിച്ചു തരാം. ഡ്രയർ ഒക്കെ ഉണ്ടോ? ഷവറൊക്കെ ഉള്ളൂ, ഡ്രയർ ഇല്ല. ശരിയാ, ഇവിടെ ഡ്രയർ ഉണ്ട്. എല്ലായിടത്തും നല്ല ഡ്രയർ ഒക്കെ ഉണ്ട്. നമുക്ക് വേണ്ട ലോഷൻസ് അതൊക്കെ ഉണ്ട് കേട്ടോ. ഷാമ്പൂ എല്ലാം 2 സെറ്റ് വെച്ചിട്ടുണ്ട്. എഴുതാനുള്ള ആമയുടെ ഡിസൈൻ ഉണ്ട്. ഇവിടെ ഒരു ചെറിയ ടേബിൾ ലാമ്പ് ഉണ്ട്. പിന്നെ വേറെ കാര്യം കൂടി, അയൺ ബോക്സ് ഉണ്ട്, അയൺ ചെയ്യണമെങ്കിൽ. TV കാണാം. ഇവിടെ മറ്റേ കൂളർ ഉണ്ട് കേട്ടോ, ഫാൻറ്റ എല്ലാം ഉണ്ട്. ഡ്രിങ്ക്സ് ഉണ്ട്. എല്ലാം ഉണ്ട് കൂട്ടാ. ഇവിടെ കുറച്ച് ഇരിക്കാനുള്ള ഏരിയ ഉണ്ട്. ഇവിടെയും വേണം ഇരിക്കാം. കടലിന്റെ ശബ്ദം കേൾക്കാൻ മക്കളെ ഇവിടെ നിന്ന്. നല്ല രസം. അല്ലേ പൈ? മോർ ദാൻ എക്സ്പെക്ടഡ്. ഇപ്പോൾ നല്ല രസമായിരിക്കും. ഇതുപോലെ ഒന്ന് നമ്മുടെ മൈൻഡ് ഒന്ന് ഫ്രീ ആയിട്ട് റിലാക്സ് ചെയ്ത്, ഇപ്പൊ നമ്മൾ വീട്ടിലാണെങ്കിലും അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആവുമ്പോൾ നമുക്ക് കുറെ കാര്യങ്ങൾ ചിന്തിക്കാനുണ്ടാവും. എന്തായിരിക്കും അടുത്ത നേരം ഭക്ഷണം കൊടുക്കട്ടെ, കൊച്ചെഴുന്നേറ്റ് എങ്ങനെയാണ്, അങ്ങനെ അങ്ങനെ അതെല്ലാം വിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് റിലാക്സ് ചെയ്യാനായിട്ട് ഫാമിലി ആയിട്ട് കുറച്ച് ഫാമിലി ടൈം, ഫോണെല്ലാം മാറ്റി വെച്ച് ഞങ്ങളും ഇരിക്കുന്ന ഒരു സമയമാണ് കേട്ടോ ഇത്. വർഷത്തിൽ 1-2 ദിവസങ്ങൾ ഇങ്ങനെ. അപ്പൊ നല്ല ഞങ്ങൾ പിള്ളേർക്കാണെങ്കിലും എപ്പോഴും അവർ കളിക്കുന്നത് എന്താണ്, ഇവിടെ തന്നെ എന്തെങ്കിലും പുതിയൊരു ഏരിയ ആയതുകൊണ്ട് അവരിവിടെ പുതിയ പുതിയ ഓരോ കാര്യങ്ങൾ കാണുന്നു, പടം വരയ്ക്കുന്നു, എക്സ്പ്ലോർ ചെയ്യുന്നു, അങ്ങനെ രസമായിട്ട്. നമ്മള് വെള്ളി പാദസരങ്ങൾ പോലെ എന്നൊക്കെ പണ്ട് നമ്മൾ പഠിച്ച കാലത്തൊക്കെ അങ്ങനെയാണെന്ന് തോന്നുന്നത്. ഓളങ്ങളൊക്കെ ഇങ്ങനെ തല്ലി പോകുമ്പോ ഇപ്പൊ പിള്ളേരോട് പറഞ്ഞാൽ സിൽവർ കളർ സീക്വൻസ് വിതറിയ പോലെ എന്നൊക്കെ പിള്ളേര് പറയും. അങ്ങനെ നല്ല രസമായിട്ട് അവർക്കും ഇത്രയും അടുത്ത് കടൽ കാണാൻ, സേഫ് ആയിട്ട് കാണാൻ, അതിന്റെ അവിടെ പോയി ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അതിന്റെ ഒരു ചൂടും കടൽക്കാറ്റും ഒക്കെ അടിച്ച് കുഞ്ഞു അവയോടുള്ളതുകൊണ്ട് ഒരിക്കലും ഇത്രയും എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോ നമ്മുടെ ഒരു സ്പേസിലിരുന്ന് കടൽ ശരിക്കും കാണാനായിട്ട് പറ്റുന്ന ഒരു റിസോർട്ടാണ് കേട്ടോ. അതാണ് ഏറ്റവും പോസിറ്റീവായിട്ട് തോന്നിയത്. ഇതുപോലെ റിസോർട്ടത്തെ ഇവിടെ ഇഷ്ടംപോലെ പ്രാവുണ്ട്. ഒരു പ്രാവ് പറന്നു വരുന്നു. ഇപ്പം ഇടയ്ക്ക് ഇങ്ങനെ പ്രാവുകൾ ഇവിടെ കൂട്ടുകൂടി മുട്ടയിടാനൊക്കെ ആയിട്ട് ഇവിടെ വരുന്നു നമ്മുടെ. പിന്നെ വേറൊരു കാര്യം, ഇതിന്റെ കീ തന്നെ ഉള്ളത് ഡ്രസ്സിലാണ്. ഗോൾഡൻ കീ ഇങ്ങനെ പൂട്ടണ്ടേ. ഇനി നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ്. റെസ്റ്റോറൻറ്റ് ഏറ്റവും മുകളിലത്തെ നിലയിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ തൊട്ട് മുകളിലത്തെ ഫ്ലോറിലാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കടൽ വളരെ കുറച്ചും കൂടെ അടുത്ത് കാണാമെന്ന് തോന്നുന്നത്. ഓപ്പണായിട്ട് വേണമെങ്കിൽ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം. പക്ഷേ കാക്കയും അതുപോലെ കാലാവസ്ഥയും ഒക്കെ ഒരു ശല്യമായിട്ടുള്ളത് കൊണ്ട് ഞങ്ങൾ ആ ഒരു റിസ്ക് എടുക്കാതെ ഞങ്ങൾ ഉള്ളിലാണ് ഇരുന്ന് കഴിക്കുന്നത് കേട്ടോ. ആദ്യം ഞങ്ങൾ ഓർത്ത് പുറത്തിരുന്ന് കഴിക്കാം, കുഞ്ഞൊക്കെ ഉള്ളതല്ലേ, അപ്പം ക്ലീനിങ്ങും എളുപ്പമാണല്ലോ എന്ന്. പക്ഷേ ഞങ്ങൾ പിന്നീട് ഡിസിഷൻ മാറ്റി ഉള്ളിലേക്കാക്കി കേട്ടോ. അപ്പോൾ ഒരു വശത്തായിട്ട് കാണുന്നതാണ് ശ്രീ ജനാർദ്ദനസ്വാമി ക്ഷേത്രം. അതിൻ്റെ തൊട്ട് മുൻപിൽ തന്നെയായിട്ടാണ് പാപനാശം ബീച്ച്, അത് നമുക്ക് കാണാം. സൈഡിൽ നമ്മുടെ റിസോർട്ടിന് താഴെ പൂളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ മനോഹരമായിട്ട് വേണമെങ്കിൽ പുറത്തിരുന്ന് ഭക്ഷണം കഴിക്കാൻ, കടലും ഒക്കെ കണ്ട്. എല്ലാവരും നന്നായിട്ട് വിശന്നിരുന്നതുകൊണ്ട് ഞങ്ങൾ ഫ്രഞ്ച് ഫ്രൈസും അതുപോലെ തന്നെ ചിക്കൻ ഹവായി സാലഡുമാണ് ആദ്യം തന്നെ പറഞ്ഞത് കേട്ടോ. ഇത് വന്ന് വിശപ്പൊന്ന് താന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ കഴിച്ചത്. നല്ല ക്വാണ്ടിറ്റി ഉള്ള ചിക്കൻ ബിരിയാണി ആയിരുന്നു. ഒപ്പം എൻ്റെ പ്ലേറ്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മോസ്റ്റ്ലി എനിക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ഞാൻ ഒന്നും വേസ്റ്റ് ചെയ്യാറില്ല, നല്ല നീറ്റായിട്ട് കഴിക്കാൻ ശ്രമിക്കാറ് കേട്ടോ. ഓരോ മൊമെന്റ് നമ്മൾ നോക്കുമ്പോൾ നല്ല രസമുണ്ട്. ഇപ്പൊ കടൽ കണ്ടോ, വേറെ രസമല്ലേ, ഇങ്ങനെ സ്പ്രെഡായി നമ്മുടെ അടുത്തേക്ക് വന്നില്ലേ. വണ്ടി ഓടിക്കാൻ പഠിച്ചോ?
ഹൗസിന്റെ പല്ലെന്ന് കാണിച്ചേ, പല്ലെന്തേ ഹൗസിന്റെ പ്രാവ് വന്നിരിക്കുന്നു. പ്രാവില്ല അവിടെ പാട്ടുകൾ കേൾക്കുന്നുണ്ടോ, കൂടെ പാടാനുണ്ടോ, കൂടെ കാണാനുണ്ടോ. Atmosphere. It's so good move. Anyway, you can look at a bird scratching its body. Bird scratching its body. Bede, what is this bird? Asukutta? Look at its eyes. എനിക്കിതുപോലെ നല്ല പെയിന്റിങ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരു പെയിന്റിങ്സും വിട്ട് കളയാറില്ല. അവിടെയാണ് നമ്മുടെ റിസോർട്ടിൽ നിന്ന് പതുക്കെ പുറത്തിറങ്ങി ബീച്ചിലേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. ബീച്ച് വ്യൂ ഒക്കെ ആയിട്ട് താമസിക്കാൻ താല്പര്യമുള്ളവർക്ക് വളരെ അടുത്ത് ഏറ്റവും നല്ല വ്യൂവിൽ കിട്ടുന്ന ഒരു റിസോർട്ടാണ് കേട്ടോ അത്. ഹിന്ദുസ്ഥാൻ ബീച്ച് റിസോർട്ട് കാണാനായിട്ട് ജസ്റ്റ് മെമ്മറീസ് എന്റെ ലൈഫിലേക്കുള്ള. ആ വായിൽ തന്നെ ഒരു ഉപ്പുരസം വരുന്നില്ലേ, ആ കാറ്റിന് തന്നെ ഒരു ഉപ്പുരസം. ഹൗസു കടല് കണ്ട എല്ലാം വണ്ടിയിലാണ്. നമ്മുടെ ചെരുപ്പിന്റെ അടുത്ത് വരെ എത്തി. ഹൗസിന്റെ കാല് നനയ്ക്കാൻ തോന്നുന്നുണ്ടോ? ആകാശം. പക്ഷെ ഇവിടെ വരുമ്പോ കണ്ടോ അതിന്റെ രൂപഭാവം എല്ലാം മറ്റേ ഇതാണ് കടൽ അസ്തമയം കാണാനുള്ള ഭംഗി കാണുന്നുണ്ട്. വെള്ളം മായുന്ന പാട് പോലും ഇങ്ങനെ വലിയുന്നത് കാണാൻ പല കാഴ്ചകളും ഞാൻ നന്നായിട്ട് ആസ്വദിക്കാറുണ്ട്. അങ്ങനെയായിരിക്കും ചിലപ്പോ എനിക്ക് ഈ വീഡിയോഗ്രാഫി ഒക്കെ ഇത്ര നന്നായിട്ട് ചെയ്യാനും പറ്റുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ചിന്തകളുള്ള മനുഷ്യരും ഉണ്ട് ചുറ്റിനും. ചിലർ എൻജോയ് ചെയ്യാൻ വരുന്നു, ചിലര് അവരുടെ അപ്പനോ അമ്മയൊക്കെ മരിച്ചിട്ട് അവരുടെ അന്ത്യകർമ്മങ്ങൾക്കായിട്ട് സങ്കടമുള്ളൊരു മുഖഭാരമുള്ള ഒരു ഹൃദയത്തോടു കൂടി വരുന്നവര്, ചിലര് ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യുന്നവര്, കുട്ടികളായിട്ട് ഒരു ഫാമിലി ടൈം സ്പെൻഡ് ചെയ്യാൻ. എന്തായാലും ഭയങ്കര രസമാണ് കേട്ടോ ഇവിടുത്തെ ഈ ഒരു രാത്രി. അതുപോലെ നമ്മുടെ ജീവിതം എത്ര സിമ്പിൾ ആണെന്ന് നമുക്ക് തോന്നുന്നു. നമുക്ക് കണ്ട് ആസ്വദിക്കാൻ വേണ്ടി ഈ ലോകത്തിൽ എന്തോരം കാര്യങ്ങളാണ് ദൈവം ഇങ്ങനെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. ഇതൊക്കെ കണ്ടും മനസ്സിലാക്കാതെയൊക്കെ നമ്മള് ഈ ലോകത്തുനിന്ന് പോയി കഴിഞ്ഞാൽ അതൊരു വലിയ നഷ്ടമല്ലേ കിട്ടിയത്. അപ്പൊ ഞാന് ഒരുപാട് പ്രാർത്ഥിച്ച് സങ്കടപ്പെട്ട് ഒരുപാട് ഡിപ്രഷനിൽ കൂടെയൊക്കെ കടന്നു പോയ ശേഷം കിട്ടിയ മോൻ. അത് ഞാൻ ഒരുപാട് നന്ദി പറയുന്ന ഒരു ദിവസമാണ്. മോന് മാത്രമല്ല കേട്ടോ, എനിക്കും കൂടെ ഒരു റിലാക്സേഷൻ ആണ് ശരിക്കും. മക്കളെ ബദ്ധാന്ന് പറഞ്ഞാൽ അവന്മാർക്ക് കൂടുതൽ അവകാശപ്പെട്ടെന്ന് എനിക്ക് തോന്നുന്നത്. ആ ഒരു അവകാശം ഞാൻ എന്തായാലും ഇവിടെ ഇരുന്ന് ഇങ്ങനെ ആസ്വദിക്കുന്നുണ്ട്. എനിക്ക് കുറച്ച് സമയം തന്നുകൊണ്ട് കുഞ്ഞുവാവേനെ മാറ്റിയത് കൊണ്ടും കൂടെയാണ് കേട്ടോ എനിക്കിങ്ങനെ ആസ്വദിക്കാൻ പറ്റുന്നത്. എല്ലാം കണ്ടോ. അമ്മ ഇന്നലെ ബർത്ത്ഡേക്ക് മേടിച്ചു കൊടുത്ത ബനിയൻ കാണിച്ച് ഞങ്ങൾ സ്റ്റുഡിയോയിൽ നിന്ന് വാങ്ങിച്ചാണേ. കണ്ടോ, എല്ലാ വെഹിക്കിൾ പാർട്സ് ഒക്കെ ഇതിൽ തന്നെ ഉണ്ട്. വണ്ടിക്കൊതിയന് അവര് ചെയ്യുന്നുണ്ട്. അടുത്ത വാവയും കൂടിയിട്ടുണ്ട്. ഷെല്ല് കിട്ടി മറിയതുണ്ടോ കാലൊക്കെ മണ്ണിന്റെ അടിയിലായി വലിച്ചെടുക്കണം. ക്ഷേത്രത്തിന്റെ തൊട്ടടുത്താണല്ലോ നമ്മുടെ റിസോർട്ട്. അപ്പൊ അതുകൊണ്ട് അത്രയും ഇടയ്ക്ക് ബലിയിടാൻ വരുന്നവർക്കൊക്കെ നല്ലൊരു ഇതായിരിക്കും, അവസരമായിരിക്കും. ബീച്ച് അങ്ങനെ ക്ലോസിംഗ് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് എപ്പോ വേണേലും നമുക്ക് ബീച്ചിൽ ഇറങ്ങാം. വെള്ളം ഇങ്ങനെ വലിയുന്ന കണ്ട അവൾക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. പക്ഷെ അടിയിന്ന് മണ്ണ് ഒഴുകി പോകുന്നുണ്ട് കുഞ്ഞെ. ആ ഹൈറ്റ് കുറയുന്ന കണ്ടോ, അങ്ങ് ദൂരെ നിങ്ങക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഒരു ചേട്ടനുണ്ട് അങ്ങ് ദൂരെയാണ് കേട്ടോ കാണും, വേവ്സ് ഒക്കെ തുടങ്ങുന്ന ഭാഗത്ത്. ആ ചേട്ടൻ എത്ര നേരമായെന്നറിയോ തിരമാലയ്ക്ക് അവിടെ എന്തായാലും നിലയില്ലാത്ത സ്ഥലം അവിടെ നിന്ന് കുളിക്കുന്നു. പക്ഷെ ലൈഫ് ഗാർഡൊക്കെ ഇതിലെ പോയാ കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നുന്നു. ചേട്ടൻ എന്നും ഇത് ചെയ്യുന്നതായിരിക്കും. നേരത്തെ ഞങ്ങൾ ആ റിസോർട്ടിൽ ഇരുന്ന് നോക്കിയപ്പോഴത്തേക്കും സർഫിങ് ചെയ്യുന്നവരൊക്കെ ഉണ്ടായിരുന്നു. പിങ്ക് കളർ പുക, പൊല്യൂഷൻ. ഇടയ്ക്ക് ഒരു എൻജോയ്മെന്റ്. നോക്കി നോക്കി ചേട്ടൻ
കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇവിടെ എല്ലാം സണ്ണ് പോയി ഇരുട്ടായില്ലേ. ഇപ്പൊ ആ ക്ലിഫിലേക്ക് നോക്കിയാൽ നല്ല രസമല്ലേ, ലൈറ്റ്സ് ഒക്കെ ആയിട്ട്. അതിന്റെയാണ് അതിന്റെ ഒരു ആംബിയൻസ്. മുകളിലാണ് റെസ്റ്റോറന്റ് വരുന്നത്. നമുക്ക് കറക്റ്റ് ആ ബാൽക്കണിയും ഉണ്ട്, വിൻഡോയും ഉണ്ട്. ഒരു ചെറിയ ബ്രിഡ്ജ് ഒക്കെ ഉണ്ട്. ബ്രിഡ്ജ് കടന്നാണ് ഇവിടെ എത്തിയത്. കക്ക കടലിലൊക്കെ പോകുന്ന ബോട്ട് കണ്ടോ? വന്നു മൂൺ ആൻഡ് 1 സ്റ്റാർ നമ്മുടെ റിസോർട്ട്. ഓൾമോസ്റ്റ് നൈറ്റ് വ്യൂ. വാ, അല്ല അവിടെ ഇന്ന് മ്യൂസിക്കൽ പാർട്ടി ഉണ്ട് 28-ന്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ റിസോർട്ടിലേക്ക് പോവുകയാണ്. Look at the sky. അപ്പൊ ഞങ്ങൾ റിസോർട്ടിൽ നിന്ന് വീണ്ടും ഇറങ്ങി ക്ലിഫിലേക്ക് പോവുകയാണ്. എന്റെ അമ്മോ. ടാറ്റാ. vanilla milkshake, watermelon juice, grape juice. vanilla milkshake. അതിപ്പോ നമുക്ക് കുടിക്കണ്ട. അതേ ഫ്രൂട്ട്സ് ഇപ്പോഴേ തുടങ്ങണോ? vanilla. അതിൽ കോൺഫ്ലെക്സ്, കോൾഡ് മിൽക്ക്. അവിടെ ഒരെണ്ണം എടുത്ത് കൊടുക്കോ. ഇത് ആ അത് കഴിച്ചോ. കൈ കൊടുത്താൽ മതിയായിരുന്നു. ആ സാരല്ല. പപ്പായ, സാമ്പാർ. ഓക്കെ ഓക്കെ അടച്ചു വെച്ചു. വട വേണോ? മറുകിനെ വേണ്ട. ചിക്കൻ സോസേജ് അല്ലേ? മുക്കിട്ട് കഴിക്കാം. ഫുഡ് വേസ്റ്റ് ചെയ്യണ്ട. അതുകൊണ്ട് നമുക്ക് ഫുഡ് കഴിക്കാം. മറുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്നാ പറയാ? കപ്പ് കേക്ക് ലവർ. കേക്ക് ലവറിന് കപ്പ് കേക്ക് ഉണ്ട്. വട നല്ല സൂപ്പറാണ്. എനിക്ക് ഇങ്ങനത്തെ വട ഭയങ്കര ഇഷ്ടമാണ്. ഇരിക്കുമ്പോഴത്തേക്ക് ഫ്രഞ്ചായിട്ട് പുറമെ നല്ല ഫ്രഞ്ച് ആയിട്ടുള്ള വട. ചട്നി നല്ലതാണ്. ഇടയ്ക്കിടയ്ക്ക് കുരുമുളകിൻ്റെ ബൈറ്റ്സ് ഒക്കെ കഴിക്കുന്നത്. പറയക്കുട്ടി കൈ ഒന്ന് കാണിച്ചേ. അവിടെ ഒരു ചേട്ടൻ സർഫിങ് പഠിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പോവാറായപ്പോഴത്തേക്ക് ആ ചേട്ടൻ നിന്നോണ്ട് സർഫിങ് പഠിച്ചോ. ആ ഇവിടുത്തെ വേസ്റ്റ് ബാസ്ക്കറ്റിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. മുളയുടെ കഷ്ണമാണ്.
ഈ ബാത്റൂമിന്റെ അകത്ത് ടൈൽ ഞാനൊന്ന് കാണിക്കണം നേരത്തെ വിചാരിച്ചിരുന്നത് കണ്ടോ. ഇത് എല്ലാത്തിനും ഒരു പ്രത്യേക ഡിസൈൻ അവർ കൊടുത്തിട്ടുണ്ട്. സീ ഹോഴ്സ്, അതുപോലെ ശംഖ്, സീ ഹോഴ്സ്, ആമ, അങ്ങനെ ഓരോ ഡിസൈൻ. ഇത് എങ്ങനെ ഇവിടെ ഉണ്ട്? ഇത് ടർട്ടലിന്റെ ഒരു ഷേപ്പ്. എങ്ങനെ ഇത് ഇത്ര കൃത്യമായിട്ട് ഇവർക്ക് ഇവിടെ കിട്ടുന്ന പോലെ അത്ഭുതം തോന്നി. രസമുണ്ട്. പ്രാവ് നിങ്ങളെ നോക്കുന്നു. ചേട്ടനും ചേച്ചിയൊക്കെ പോവാണോ? ഐ വിൽ മിസ് യു. നമ്മളിനി എന്ന് കാണും നമ്മുടെ ജീവിതത്തിൽ എന്ന് ചോദിക്കുന്നു. ഗുഡ് ബൈ. താങ്ക് യു ഫോർ മേക്കിംഗ് അവർ ഹോം ഫോർ വൺ ഡേ. നെക്സ്റ്റ് ടൈം ഈ റൂം തന്നെ കിട്ടും. സ്വാമി ക്ഷേത്രമാണ്. വെള്ളത്തിന്റെ ടേസ്റ്റ് എന്താ? പരിപാടി ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് റൂം ഇഷ്ടപ്പെട്ടു? കുറച്ചുകൂടെ നല്ലത്. സത്യം പറഞ്ഞാൽ എലിക്സറിൽ ഞങ്ങൾക്ക് 2 ദിവസം സ്റ്റേ കിട്ടാത്തതുകൊണ്ടായിരുന്നു ഞങ്ങൾ ഹിന്ദുസ്ഥാൻ ബുക്ക് ചെയ്തത്. പക്ഷെ ഹിന്ദുസ്ഥാനിൽ ഒരു ദിവസം, പിന്നെ മറ്റേ റിസോർട്ടിൽ ഒരു ദിവസം. അപ്പൊ ടോട്ടൽ റിസോർട്ട് ഡേയ്സ് ആണ് 2 days. ഇപ്പൊ 2 റിസോർട്ടും കൂടെ ഒരുമിച്ച് പറഞ്ഞാൽ 2 days ആയിരുന്നു നമ്മുടെ ട്രിപ്പ്. പക്ഷെ ഒരു ദിവസം കൊണ്ട് ഈ ഒരു റിസോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ബിക്കോസ് മറ്റൊരു ദിവസം ഇന്ന് തന്നെ ഞങ്ങൾ വേറെ റിസോർട്ടിന്റെ അകത്ത് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് വലിയ ആക്ടിവിറ്റീസോ കാര്യങ്ങളോ നടക്കാൻ സ്പേസോ ഒന്നുമില്ല കേട്ടോ. ഈ റൂമും പിന്നെ ബീച്ചിന്റെ വ്യൂവും പിന്നെ താഴെ പൂളുണ്ട്. പൂളിൽ ഇപ്പൊ തന്നെ വെയിലായി. നമ്മൾ ഈ ബീച്ചിൽ സ്ഥലം കാണിച്ചു തരാം. അത് ഞങ്ങൾ കണ്ടായിരുന്നു, നമ്മൾ മുമ്പ് കാണിച്ചായിരുന്നു. അതിന്റെ സ്വിമ്മിംഗ് പൂൾ. ഇവിടെ തേങ്ങമരം മാത്രമേ ഉള്ളൂ. തെങ്ങുമരം മാത്രമേ ഉള്ളൂ. തെങ്ങ് മാത്രമേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ദിവസം തേങ്ങച്ചെടി മാത്രമേ ഉള്ളൂ. കേരളത്തിൽ ജീവിച്ചിട്ട് തെങ്ങെന്ന് വൃത്തിയായിട്ട് പറയുന്ന അർത്ഥം പറഞ്ഞാൽ മോശമാണ്. ഈ ഒരു ഫീലൊക്കെ വേറെ എവിടെ കിട്ടും? ഇത്രയും അടുത്ത് മറിക്കുട്ടിക്ക് പ്രാവിനെ കാണാനായിട്ട്. പ്രാവിനും പേടിയില്ലാത്തതായിരിക്കും. അറിയാം. ഹൗസ് ഉറങ്ങിപ്പോയി. ഞങ്ങൾ 2 പില്ലോ ഒക്കെ വെച്ച് അവിടെ കിടത്തിയേക്കാണ്. ഞങ്ങളെല്ലാരും കൂടി ഇങ്ങനെ ചുമ്മാ കടിച്ച് ഇരിക്കുകയാണ്. ഹൗസ് ഉറങ്ങുന്ന സമയമാണ് ഞങ്ങൾക്ക് ഒന്ന് ഫ്രീ ടൈം. അതെ, അല്ലെങ്കിൽ ഹൗസിന്റെ പുറകെ പിടിക്കാൻ പോണം. ഞങ്ങൾക്ക് ആർക്കെങ്കിലും എപ്പോഴും ഡ്യൂട്ടി മാറി മാറി കിട്ടിക്കൊട്ടി അല്ലേ വർക്കട്ടി? എന്റെ കയ്യിലുണ്ട്. ഉമ്മ